എന്താണ് പരിപാടി? നോക്ക് ഇതിനോട്ട് എന്തോരം നാരങ്ങ ഉണ്ടായിരിക്കുന്നത്. എന്തോ കണ്ടു ഞാൻ. ഹലോ, അപ്പൊ ഇന്നേ പുതിയൊരു വിശേഷം പറയാനാണ് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ചാല് പാനോമലി സ്കാനിങ് കഴിഞ്ഞു, ഫിഫ്ത്ത് മന്തിന്റെ. അതിനുശേഷം ഞാനൊരു ടെസ്റ്റ് ചെയ്തു, ക്വാഡ്രപ്പിൾ ടെസ്റ്റ്. അത് ബ്ലഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ അനോമലി സ്കാനിങ്ങിൽ എവറിത്തിങ് ഈസ് പ്രോപ്പർ, ഒരു കുഴപ്പമില്ല, എല്ലാം നോർമൽ ആണ്. എല്ലാവർക്കും അറിയാലോ അനോമലി സ്കാനിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് അതെല്ലാം നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിലാകുക. പിന്നെ വെയിറ്റ് മനസ്സിലാകും, പിന്നെ കിഡ്നി, ഹാർട്ടിന്റെ ഫങ്ഷൻ, ഈ കാര്യങ്ങളൊക്കെ അല്ലേ ചെക്ക് ചെയ്യുക. ലെഗ്സിന്റെ ഗ്രോത്ത്, ഹാൻഡ്സിന്റെ ഗ്രോത്ത്, പിന്നെ ഫിംഗേഴ്സ്, അങ്ങനത്തെ ബാക്കിയുള്ള ഈ സ്പൈനൽ കോഡിന്റെ ഡെവലപ്മെന്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ അസസ് ചെയ്യും. എവറിത്തിങ് വാസ് നോർമൽ. എന്നാലും എനിക്കിങ്ങനെ തോന്നി അനോമലിന്റെ ഒപ്പം ഒരു ക്വാഡ്രപ്പിൾ ടെസ്റ്റ് കൂടി ചെയ്താലോ. ഈ ക്വാഡ്രപ്പിൾ ടെസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയോ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്കിത് ഫസ്റ്റ് ടൈമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇതില്ലേ ട്രിപ്പിൾ മാർക്കർ, ഡബിൾ മാർക്കർ, അത് കഴിഞ്ഞാൽ ട്രിപ്പിൾ മാർക്കർ, പിന്നെ ക്വാഡ്രപ്പിൾ. അത് ബിറ്റ്വീൻ 15 and 20 വീക്സിന്റെ ഇടയ്ക്ക് ചെയ്യുന്നതാണ്. 22 വീക്സ് വരെ പോവാം, അങ്ങനെയാണ് ആ ടെസ്റ്റ് വരെ. ബ്ലഡ് ടെസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങൾ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിലേക്ക് പോയതാണ്. അപ്പോൾ എന്നെക്കാളും വേദന എടുത്തിട്ട് അവിടെ കുഞ്ഞൂസ് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഇതിന് വേണ്ട ആകെ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട്. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ പ്രഗ്നൻസി ടൈമിൽ ഈ ബ്ലഡ് കളക്ഷനും ഈ സംഭവമാണ്, ഈ ഇഞ്ചെക്ട് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല, ജസ്റ്റ് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യും, എന്നിട്ട് ബാക്കി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തും. ഇത് നമ്മൾ ചോദിച്ച് ഇങ്ങോട്ടേക്ക് വാങ്ങിയതാണ് എൻ്റെ ഈ ടെൻഷനും ഫിയറൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗൺ സിൻഡ്രോം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡർ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനറിയാൻ പറ്റും. അപ്പോൾ ആ ടെസ്റ്റ് ഒരു 5 days എടുത്തൂല ഇതിനോട് റിസൾട്ട് ഒക്കെ വരാൻ വേണ്ടിയിട്ട്. സാധാരണ ഇവിടുന്ന് മുംബൈ അല്ലെങ്കിൽ ഹൈദരാബാദിലേക്കാണ് സെൻഡ് ചെയ്യുക. ഇപ്പൊ ഇവിടുന്ന് ഹൈദരാബാദിലേക്ക് സെൻഡ് ചെയ്ത് അതിനുശേഷം നമുക്ക് റിസൾട്ട് വരുമ്പോൾ 5 days ആയി. അത് കഴിഞ്ഞപ്പോൾ അതും നോർമലാണ്. അപ്പൊ എന്തെങ്കിലും പോസിറ്റീവ് ആണ് റിസൾട്ട് എങ്കിൽ എന്ത് ചെയ്യും, വേറെ ഒരു ടെസ്റ്റ് കൂടി ഉണ്ട്, അതിന് കൂടി അവര് സജസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യം വന്നില്ല, നോർമൽ, ഒന്നും ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ വേറെ ടെൻഷൻ, ഡോക്ടർ ആദ്യം പറഞ്ഞു, ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ടെൻഷൻ അടിക്കാനൊന്നുമില്ല, എവറിത്തിങ് ഈസ് നോർമൽ ആണ്, പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ലെന്ന്. പക്ഷെ ആ ഫസ്റ്റ് ഡെലിവറിന്റെ ആ ഒരു ഫിയർ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനോട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും അങ്ങനത്തെ രീതിയിൽ സംസാരിക്കാണ്ട് കുറച്ച് കോൺഫിഡൻസ് കൊടുക്കുന്നതായിരിക്കും നല്ലതല്ലേ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ലാസ്റ്റ് മൊമെന്റ് വരെ അതിങ്ങനെ കിടക്കും. അപ്പൊ എന്നോട് അന്നേരം ഡോക്ടർ എന്നോട് പറഞ്ഞ സ്കാനിങ് കഴിഞ്ഞ സമയത്ത് 8ാം മാസം പറഞ്ഞൊരു കാര്യമാണ്, കാണുന്ന ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് കേട്ടോ, ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് അങ്ങനെ എടുത്തില്ല ഞാൻ. പിന്നെ ഈ നമ്മൾ പറയില്ലേ നമ്മളെ ഇതിന് വേണ്ടിയിട്ട്, സിസേറിയന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ വിശ്വാസം ലാസ്റ്റ് മൊമെന്റ് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചു. ഒരു പ്രോബ്ലം ഉണ്ടാകരുതേ, ഹെൽത്തി. അപ്പൊ ആ ഒരു ടെൻഷനും ഫിയറും ഒക്കെ ഇവിടുന്ന് ഞാൻ ഡോക്ടറോട് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് ദിസ് ടെസ്റ്റ്. അപ്പൊ നമ്മള് മനസ്സ് ഫ്രീ ആയി. അപ്പൊ അതിനു വേണ്ടി ചെയ്തതാണ്. സോ അപ്പൊ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മെയിൻ ആയിട്ട് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ഈ കാര്യം ഒട്ടും അറിയില്ലായിരുന്നു, നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ പുതിയ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അത് പാസ് ചെയ്യാം, അത്രേ വിചാരിച്ചിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡെലിവറി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പേടി ഉണ്ടാവില്ല. നമ്മൾ അനുഭവിച്ച ആ ഒരു പെയിനൊക്കെ ഉണ്ടാവില്ല ഈ സമയത്ത് ഡെലിവറി ടൈമിലുള്ള, അത് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് ഡെലിവറി ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ടെൻഷൻ ആയിരിക്കും. ആ ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ആ വേർഡ്സ് അതൊക്കെ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. അപ്പൊ ആ ഒരു ഡിസ്റ്റർബൻസ് കാരണം ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഡോക്ടേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടാണ്, എല്ലായിടത്തും സപ്പോർട്ടായിരിക്കും. പക്ഷെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാമല്ലോ ഇതിനായിട്ട്. അവർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും എന്ത് എമർജൻസി എന്തെങ്കിലും വിളിച്ചോളൂ എന്ന് പറയും. ഒരു സ്പെഷ്യൽ കെയർ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് അതൊരു വലിയൊരു ആശ്വാസമാണ് ആ ഒരു കാര്യം. ഇപ്പൊ എന്തെങ്കിലും നിറയെ കണ്ടിന്യൂസ് വോമിറ്റിംഗ് ഒക്കെ വരുന്ന ഡോക്ടർ അങ്ങനെ പ്രശ്നമുണ്ട്, അപ്പൊ ഡോക്ടർ എന്തെങ്കിലും പറയും അല്ലെ, അതിനുശേഷം മരുന്ന്, അങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ ചില മെഡിസിൻസ് ഒക്കെ ചോദിക്കുന്നത് പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ടല്ല, നൈറ്റ് 10 o'clock 11 o'clock ചില സമയത്ത് വിളിക്കേണ്ട വരിക. ആ സമയത്തൊക്കെ ആയിരിക്കും പ്രോബ്ലം ഉണ്ടാകുക. അപ്പൊ തന്നെ പറഞ്ഞുതരും ഇന്ന മെഡിസിൻ കൊടുത്തോ. മെയിൻലി നമ്മളോട് ഡോക്ടേഴ്സ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മുടെ പ്രോബ്ലംസ് അതേപോലെ അവർ പറയുമ്പോൾ അവർ ലിസൺ ചെയ്യുക. അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലിസൺ ചെയ്യാൻ പറ്റിയ ആൾക്കാരാകുമ്പോൾ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള. ഓക്കെ, നിനക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തെങ്കിലും ഡോക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും മടി തോന്നിയിട്ടുണ്ടായിരുന്നോ പറയാൻ? ചിലപ്പോ ഒക്കെ. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ദിനുവേട്ടൻ പറയും, ദിനുവേട്ടൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എനിക്ക് എന്തെങ്കിലും ഞാൻ പറയും ഇത് പറയണോ അത് പറയണോ, അങ്ങനെ ആദ്യം എന്താ വെച്ചാൽ നാട്ടിൽ നമ്മൾ കുറേയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ നമ്മളെല്ലാം അങ്ങോട്ട് ഡോക്ടേഴ്സിനോട് ഫ്രീ ആയിട്ട് സംസാരിക്കില്ലല്ലോ, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് എപ്പോഴും സംസാരിക്കൂലേ. അപ്പം ഇവിടെ അതിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, അങ്ങനെ ആവശ്യമുണ്ടെന്ന്. ഫ്രീ ആയിട്ട് പറയാം, അവരും നല്ല രീതിയിൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇനി വീഡിയോസ് ആയിട്ട് വേഗം വരാം.